നല്ല മധുരവും എരിവുമുള്ള പൈനാപ്പിൾ പച്ചടി സദ്യയിലെ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു വിഭവം. തിരക്ക് പിടിച്ച ജീവിതത്തിൽ എങ്ങനെയാണ് പെട്ടെന്ന് നമുക്കൊരു പൈനാപ്പിൾ പച്ചടി റെഡിയാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു വലിയ പൈനാപ്പിൾ ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ മക്കൾ അതെടുത്ത് കഴിച്ചിട്ട് പകുതിയേ കിട്ടിയുള്ളൂ. ഞാനിങ്ങനെ മോടയണൊക്കെ ആക്കിയിട്ട് നല്ല ഭംഗിയിലൊക്കെ ചെത്തി എടുപ്പാക്കി എടുത്തിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. കുറേ പാടൊഴിച്ചിട്ടു അങ്ങനെ ആക്കാനായിട്ട്. നമുക്കിതിനെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ ഇതാണ് നമുക്ക് വേണ്ട ഐറ്റം എന്ന് പറയുന്നത്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കാം. പിന്നെ ഒരു മധുരത്തിന് വേണ്ടിയിട്ട് ബാലൻസിന് വേണ്ടിയിട്ട് കുറച്ച് 2 കഷ്ണം ശർക്കര കൂടി ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിന് വെള്ളവും ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇനി കുറേ ഗ്യാസൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള സമയമല്ലേ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ കുക്കറിലിട്ടിട്ട് 2 വിസിൽ അടിച്ചെടുക്കാം കേട്ടോ. ഞാൻ അങ്ങനെ എടുത്തിട്ട് ഇതിലേക്ക് എടുത്ത് മാറ്റിയതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അത് വെന്ത് വരട്ടെ. അതുവരേക്കും നമുക്ക് ഒരു പിടി നാളികേരം, 1 കപ്പ് നാളികേരം, 3 പച്ചമുളക്, ഒരു 1/4 ടീസ്പൂൺ കടുക്, 1/4 ടീസ്പൂൺ നല്ല ജീരകം, ഇതൊക്കെ നന്നായിട്ടൊന്ന് അരച്ച്, നന്നായിട്ട് വേണ്ട കേട്ടോ, ഒരിത്തിരി തരി വേണം, അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അരച്ച ഈ കൂട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ അരച്ച കൂട്ടും അതുപോലെ തന്നെ പൈനാപ്പിളും ഒക്കെ കൂടി ഇങ്ങോട്ട് ഒന്ന് മിക്സായി വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഇനി അധികം പുളിയില്ലാത്ത തൈര് നമുക്കൊന്ന് കട്ടയൊക്കെ മാറ്റിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം. ഒന്ന് കുറുകി വരുമ്പോൾ നമുക്കിത് വാങ്ങി വെക്കാം കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, കടുക് പൊട്ടിച്ചിടാം. ഈ കടുക് പൊട്ടിക്കുന്ന സമയത്ത് ഞാൻ നല്ല ഉണക്ക മുന്തിരി ഉണ്ടല്ലോ, അതും കൂടി നമ്മൾ വറവിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു പ്രത്യേക ടേസ്റ്റാണ്. അല്ലെങ്കിൽ നമ്മൾ നല്ല ഉണക്കല്ല, കറുത്ത മുന്തിരിങ്ങ ഉണ്ടാവില്ലേ, അതായാലും മതി. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. കാണാനും നല്ല ഭംഗിയാണ്. കടിക്കുമ്പോൾ ആ കടിക്കുന്ന സമയത്ത് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും റെഡിയാക്കി നോക്കാം കേട്ടോ.